ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. അന്ധകാരത്തിൽ നടക്കാൻ നമുക്കാർക്കും സാധിക്കുകയുമില്ല. വെളിച്ചം ഉണ്ടെങ്കിലേ നമ്മുടെ ഒരു പാദം എടുത്ത് മുമ്പോട്ട് വയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അന്ധകാരത്തിൽ നടക്കുന്നത് ഒരിക്കലും നന്മയല്ല, അത് നമുക്ക് അപകടവുമാണ്. കാല് തട്ടി വീഴാതിരിക്കാൻ പ്രകാശമുള്ളപ്പോൾ നടക്കാൻ ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ലോകത്തിൻ്റെ പ്രകാശമായ ഈശോ നമുക്ക് മുമ്പേ വെളിച്ചം കാട്ടി കടന്നു പോയിട്ടുണ്ട്. അവിടുത്തെ വചനവും അവിടുത്തെ ജീവിതവും അവിടുന്ന് നമുക്ക് നൽകിയ ജീവൻ്റെ അപ്പവും എല്ലാം നമ്മളെ ഈ വെളിച്ചത്തിലൂടെയാണ് നയിക്കുന്നത്. ഇതെല്ലാം സ്വീകരിച്ചാണ് അവിടുത്തെ വചനവും അവിടുത്തെ ജീവൻ്റെ അപ്പവും അവിടുത്തെ മാർഗങ്ങളുമാണ്, അവിടുത്തെ കൽപ്പനകളുമാണ് ഞാൻ അനുസരിക്കുന്നത് എങ്കിൽ ഞാൻ ഈ വെളിച്ചത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് അവതരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം 46-ാമത്തെ തിരുവചനം. എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. ഈശോയിൽ വിശ്വസിക്കുന്ന ഒരു മക്കളും അന്ധകാരത്തിലാവാൻ ഈശോ ആഗ്രഹിക്കുന്നില്ല. അതുമാത്രമല്ല, ദൈവം തൻ്റെ ആത്മാവിനെ നൽകി ഈ ഭൂമിയെ സൃഷ്ടിച്ച ഒരു മനുഷ്യനും അന്ധകാരത്തിലായിരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. മനുഷ്യർ സ്വയമേ അന്ധകാരത്തെ തിരഞ്ഞെടുത്ത് അതിലേക്ക് പോകുന്നതാണ്, അന്ധകാരത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ട്. ഇവിടെ ഈശോ പറയുന്ന വെളിച്ചം പകൽ വെളിച്ചമല്ല, അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ വെളിച്ചമാണ്. ഈശോയെ അനുഗമിക്കാൻ, ഈ ഭൂമിയിൽ വിശുദ്ധമായി ജീവിക്കുവാൻ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വെളിച്ചം ഈശോ സ്ഥാപിച്ചിട്ടുണ്ട്. മാമോദിസായിലൂടെ അവിടുത്തെ ആത്മാവിനെ നമുക്ക് നൽകി ഈ വെളിച്ചം നമ്മിലേക്ക് പകർന്നു തന്നിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു, ഒരു ചെറുപ്പക്കാരൻ, അവൻ്റെ ജീവിതം വളരെ മനോഹരമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നല്ലൊരു കൃഷിക്കാരനാണ്. അത്യാവശ്യം വേണ്ട ജീവിത ചുറ്റുപാടുകൾ അവനുണ്ട്. എങ്കിലും അവൻ്റെ ജീവിതം കുറച്ചങ്ങ് മുന്നോട്ട് നീങ്ങിയപ്പോൾ അവൻ്റെ ഭാര്യ മാനസിക രോഗത്തിന് അടിമപ്പെട്ടു. അവന് സാമ്പത്തികമായി വലിയൊരു തകർച്ച വന്നു. അപ്പം വലിയൊരു പ്രതീക്ഷിക്കാത്ത ഒരു തകർച്ച അവന് അനുഭവപ്പെട്ടു. അപ്പം ഭാര്യയുടെ അസുഖവും വലിയ സാമ്പത്തിക തകർച്ചയും അവനെ ആകപ്പാടെ ബുദ്ധിമുട്ടിലാക്കി എന്ന് എല്ലാവരും വിചാരിച്ചു. മരുന്ന് വാങ്ങാൻ പോലും പണമില്ല, ഭക്ഷണത്തിന് വകയില്ല, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി എടുത്ത ലോണ് തിരിച്ചടയ്ക്കാനുള്ള മാർഗവുമില്ല. അങ്ങനെ ആരോട് ചോദിക്കും? വാടക വീട്ടിൽ താമസിക്കുന്നു. സ്വന്തം വീടും പുരയിടവും വിറ്റ് വാടക വീട്ടിലേക്ക് മാറി. വീടിന് വാടക കൊടുക്കാനുള്ള വരുമാനം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് അവനങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആരോട് ചോദിക്കും? ആരോട് ചോദിച്ചാൽ കിട്ടും? ലോണുകൾ തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആകപ്പാടെ ഒരു വലിയ വിഷമവൃത്തത്തിലായി ആ സഹോദരൻ. ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ജീവിതം അവസാനിപ്പിക്കാതെ, ആരെയും പഴിക്കാതെ, നിരാശനാകാതെ, ആരെയും കുറ്റപ്പെടുത്താതെ അവൻ തീരുമാനിച്ചു ഈ പ്രതിസന്ധികളെ എല്ലാം അഭിമുഖീകരിക്കുക തന്നെ. ഇതാണ് ഈശോ നൽകുന്ന വെളിച്ചം. ഈശോയിൽ വിശ്വസിക്കുന്ന അവൻ അന്ധകാരത്തിൽ നടക്കാതിരിക്കുന്നതിന് ഈശോ അവന് വെളിച്ചം, അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയൊരു വെളിച്ചം തന്നു. പുറമേ അവൻ വലിയ ഞെരുക്കത്തിലാണെങ്കിലും ഈ പുറമേയുള്ള ഞെരുക്കങ്ങളൊന്നും അവൻ്റെ അന്തരാത്മാവിനെ അല്ലെങ്കിൽ അവൻ്റെ അന്തരംഗത്തെ അല്പം പോലും ബാധിച്ചില്ല. കാരണം എന്താണ്? ലോകത്തിൻ്റെ പ്രകാശമായ ഈശോ, ലോകത്തിൻ്റെ വെളിച്ചമായ ഈശോ അവൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് ആ വെളിച്ചം അടഞ്ഞു പോകാതെ, അതിനെ കെടുത്തിക്കളയാതെ അവനെ ആ ഈശോ നയിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നു,
ഇതിൻ്റെ എല്ലാം മധ്യത്തിലൂടെ ഈ കഷ്ടങ്ങളെല്ലാം ആസ്വദിച്ചുകൊണ്ട് ഞാൻ ജീവിക്കും എന്നവൻ പറയുന്നു. ഈ വെളിച്ചം കിട്ടാൻ അത്ര എളുപ്പമല്ല. നമുക്കറിയാം, അവൻ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നു. അവൻ വെളിച്ചത്തിലായതുകൊണ്ട് ഈ സഹനങ്ങളെല്ലാം ഞാൻ ആസ്വദിക്കും എന്ന് അവൻ പറഞ്ഞു. ഇതാണ് ഈശോ നൽകുന്ന വെളിച്ചം. അതിനാണ് ഈശോ പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. അപ്പം യേശു പറഞ്ഞ ഈ ഉൾവെളിച്ചം കാരണം അവന് വളരെ മനോഹരമായിട്ട് ഈ കഷ്ടതകൾ ആസ്വദിച്ച് കർത്താവിൻ്റെ കുരിശിലെ സഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അവന് മുമ്പോട്ട് പോകുവാനായിട്ട് അവന് സാധിച്ചു. ഓരോ ദിവസത്തെ അവൻ്റെ സഹനങ്ങളും അവൻ അനുഭവപ്പെടുന്ന എല്ലാ ദുഃഖങ്ങളും നൊമ്പരങ്ങളും കർത്താവിൻ്റെ കുരിശിലെ ആ സഹനങ്ങളോട് അവൻ ചേർത്ത് വെച്ച് അവൻ പറഞ്ഞു, ഞാൻ ഈ സഹനങ്ങളെ ആസ്വദിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുകയാണ്. അപ്പം ഇതാണ് യേശു നൽകുന്ന ഉൾവെളിച്ചം. ജെറമിയായുടെ പുസ്തകം 31-ാമത്തെ അധ്യായം 3-ാമത്തെ തിരുവചനം, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. ഈ സഹനങ്ങളുടെ എല്ലാം നടുവിൽ ജെറമിയായുടെ ഈ വചനം അവനതൊരു മധുരമായി തീർന്നു. എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. ഞാൻ ഓർക്കുന്നു, ഒരു കത്തോലിക്ക കുടുംബത്തിലെ അപ്പനും അമ്മയും കത്തോലിക്ക വിശ്വാസം ഉപേക്ഷിച്ച് അവർ മറ്റൊരു വിശ്വാസത്തിലേക്ക് പോയി. മകനും ഭാര്യയും അവൻ്റെ കുഞ്ഞുമക്കളും കത്തോലിക്ക വിശ്വാസത്തിൽ ഞാൻ ജീവിക്കും, ഞാൻ ഈ വിശ്വാസത്തിൽ നിന്ന് എവിടെയും പോവില്ല എന്ന് പറഞ്ഞ് അവനും അവൻ്റെ കൊച്ചു കുടുംബവും ആ വീട്ടിൽ തന്നെ താമസിച്ചു. ആ വീട്ടിൽ വിസിറ്റിന് പോകുമ്പോഴും വീട് വെഞ്ചിരിപ്പിന് പോകുമ്പോഴും അപ്പനും അമ്മയും പറയും, അച്ഛനൊരു കാര്യം ചെയ്തോ, അവരുടെ മുറി വെഞ്ചരിച്ചോ, എൻ്റെ മുറി വെഞ്ചരിക്കണ്ട. അങ്ങനെ ആ കുടുംബത്തിൽ ചെല്ലുമ്പോൾ ആ മാതാപിതാക്കൾ സ്നേഹപൂർവ്വം വർത്തമാനം പറയുകയും നമ്മൾക്ക് കാപ്പി തരികയും സ്നേഹപൂർവ്വം സംസാരിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നമ്മളുമായിട്ട് ഒരു ബന്ധവും അവർക്കില്ല. ഈ മകനും ഭാര്യയും അവൻ്റെ കൊച്ചുമക്കളും വളരെ സ്നേഹപൂർവ്വം ഞാൻ ഈ വിശ്വാസത്തിൽ നിലനിൽക്കും, ഈ വിശ്വാസം വിട്ട് കത്തോലിക്ക സഭ വിട്ട് ഞാൻ എവിടെയും പോവില്ല എന്ന് അവർ പറയുമ്പോൾ അതും യേശു നൽകുന്ന ഒരു ഉൾവെളിച്ചത്തിൻ്റെ പ്രത്യേകതയാണ്. വെളിച്ചമായ ഈശോയെ അവനും അവൻ്റെ കൊച്ചു കുടുംബവും കണ്ടുമുട്ടി. വെളിച്ചമായ ഈശോയെ അവനും അവൻ്റെ കുടുംബവും കണ്ടുമുട്ടിയപ്പോൾ ആ വെളിച്ചം ഉപേക്ഷിക്കാൻ, ആ വെളിച്ചം ഊതിക്കളയാൻ അവൻ ഒരിക്കലും തയ്യാറല്ല. ഈ വെളിച്ചത്തിൽ എന്നും ജീവിക്കണം എന്ന് അവൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവൻ സഭയോട് ചേർന്ന് നിൽക്കുകയാണ്. ആരെയും പഴിക്കാതെ, സഭ വിട്ടുപോയ മാതാപിതാക്കളെയും പഴിക്കാതെ അവൻ അവൻ്റെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നു. ജെറമിയായുടെ പുസ്തകം 31-ാമത്തെ അധ്യായം 16-ാമത്തെ തിരുവചനം, അതുകൊണ്ട് നിൻ്റെ ഭാവി പ്രത്യാശാഭരിതമാണ്. നിൻ്റെ ഭാവി പ്രത്യാശാഭരിതമാണ്. ഒരിക്കലും നമുക്ക് നിരാശപ്പെടേണ്ട ഒരു അവസ്ഥയില്ല. കാരണം നിൻ്റെ ഭാവി പ്രത്യാശാഭരിതമാണ്. എപ്പോഴും ദൈവം നിന്നെ അനുഗ്രഹിക്കുവാനായിട്ട് ദൈവം കാത്തു നിൽക്കുകയാണ്. നീ ദൈവത്തോടൊന്ന് ചോദിക്കുന്ന താമസം മാത്രം നിൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ. ഒരിക്കലും നിന്നെ തള്ളിക്കളയില്ല. ദൈവത്തിൻ്റെ സ്നേഹം അചഞ്ചലമായ സ്നേഹമാണ്. ജെറമിയ 31:20 തിരുവചനം, എഫ്രായിം എൻ്റെ വത്സലപുത്രനല്ലേ, എൻ്റെ ഓമനക്കുട്ടൻ. അവന് വിരോധമായി പെരുമാറുമ്പോഴെല്ലാം അവൻ്റെ സ്മരണ എന്നിൽ ഉദിക്കുന്നു, എൻ്റെ ഹൃദയം അവനു വേണ്ടി തുടിക്കുന്നു. ഓരോ മനുഷ്യരെക്കുറിച്ചും ദൈവത്തിൻ്റെ പദ്ധതിയും പ്ലാനും നമ്മൾ ഓരോരുത്തരെക്കുറിച്ച് ഓർക്കുമ്പോഴും ദൈവത്തിൻ്റെ ചിന്ത ഇതാണ്, എഫ്രായിം എൻ്റെ വത്സലപുത്രനല്ലേ, എൻ്റെ ഓമനക്കുട്ടൻ. അവന് വിരോധമായി പെരുമാറുമ്പോഴെല്ലാം അവൻ്റെ സ്മരണ എന്നിൽ ഉദിക്കുന്നു. ഞാൻ അവനെതിരായിട്ട് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോൾ അവൻ്റെ ഓർമ്മ എന്നിലേക്ക് വരുന്നു. അപ്പോൾ അത് വരുമ്പോൾ എൻ്റെ ഹൃദയം അവനു വേണ്ടി തുടിക്കുകയാണ്. ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം. എൻ്റെ ദൈവം എന്നെ കാത്തിരിക്കുന്നു. എൻ്റെ ദൈവം, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് അകന്നു പോകുവാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മുടെ കർത്താവ് വെളിച്ചമാണ്, ഉൾക്കരുത്ത് തരുന്ന ഒരു വെളിച്ചമാണ്.
നമ്മുടെ ജീവിതം മുഴുവനും തെളിഞ്ഞു നിൽക്കേണ്ട ഒരു വെളിച്ചമാണ് കർത്താവ് തരുന്ന വെളിച്ചം. ഈ വെളിച്ചം അണഞ്ഞു പോവാതിരുന്നാൽ നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് പോകും തോറും അനുഗ്രഹവും അതിൻ്റെ മേൽ അനുഗ്രഹവുമായി ഈ വെളിച്ചത്തിൽ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. ഉണ്ണീശോയെ കാണാൻ വന്ന പൂജ്യരാജാക്കന്മാരെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം 2-ാമത്തെ തിരുവചനം, ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ഉണ്ണീശോ ജനിച്ചപ്പോൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം പൂജ്യരാജാക്കന്മാർ കണ്ടു. അവർ ആ നക്ഷത്രത്തെ അനുഗമിച്ച് ആ നക്ഷത്രം അവരെ വഴിതെളിച്ച് കൊണ്ടുവന്നതനുസരിച്ച് അവർ മുന്നോട്ട് നീങ്ങി. അവർ മുന്നോട്ട് നീങ്ങിയെങ്കിലും നക്ഷത്രം തെളിച്ച വഴിയെ അവർ നീങ്ങിയെങ്കിലും ഹെറോദോസിൻ്റെ കൊട്ടാരത്തിൽ അവർ പ്രവേശിച്ചു. ഹെറോദോസിൻ്റെ കൊട്ടാരത്തിൽ അവർ പ്രവേശിച്ചതോടെ കാര്യങ്ങളൊക്കെ വഷളായി തീർന്നു. കാരണം ഹെറോദോസിൻ്റെ കൊട്ടാരത്തിൽ അവർ പ്രവേശിക്കേണ്ടിയില്ലായിരുന്നു. കാരണം അവർക്ക് മുമ്പേ ഒരു നക്ഷത്രം നീങ്ങിക്കൊണ്ട് അത് അവരെത്തേണ്ട സ്ഥലം അവിടം വരെ ആ നക്ഷത്രം പോകുമായിരുന്നു. പക്ഷേ വഴിക്ക് വെച്ച് ഹെറോദോസിൻ്റെ കൊട്ടാരത്തിലേക്ക് അവർ പ്രവേശിച്ചു. അപ്പോഴും നക്ഷത്രം അവരെ കാത്തിരിക്കുകയാണ്. അവിടെ കയറിയത് ആകപ്പാടെ ഒരു അസ്വസ്ഥതയായി. ഹെറോദോസും കൂട്ടരുമെല്ലാം അസ്വസ്ഥയായി. ജെറൂസലം മുഴുവനും അസ്വസ്ഥമായി. അപ്പം മത്തായിയുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം 9-ാമത്തെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുന്നു. കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു. അപ്പോൾ ഈ നക്ഷത്രം അവരെ ഇങ്ങനെ നയിക്കുന്നുണ്ടായിരുന്നു. ഹെറോദോസിൻ്റെ കൊട്ടാരത്തിൽ കയറി ചില അസ്വസ്ഥതകൾ അവിടെ ഉണ്ടാക്കി എന്നുള്ളതല്ലാതെ മറ്റൊരു ഗുണവുമില്ല. ആ കൊട്ടാരത്തിൽ കയറാതെ അവർ ആ നക്ഷത്രം തെളിച്ച വഴിയെ അവർക്ക് പോയാൽ മതിയായിരുന്നു. അപ്പോൾ ഹെറോദോസിൻ്റെ കൊട്ടാരത്തിൽ പ്രവേശിച്ചത് അസ്വസ്ഥതകൾ ഉണ്ടാക്കി എന്ന് മാത്രമല്ല, ഒത്തിരിയേറെ ആ ദേശത്തെ തന്നെ അത് ബുദ്ധിമുട്ടിച്ചു. നക്ഷത്രം അവരെ നയിക്കുമായിരുന്നു. നക്ഷത്രം പൂജ്യരാജാക്കന്മാരെ നയിച്ചതുപോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളെ നയിക്കുന്ന ഈശോയുടെ ഒരു വെളിച്ചമുണ്ട്. ഈ പൂജ്യരാജാക്കന്മാരെ നക്ഷത്രം മുന്നോട്ട് നയിച്ചതുപോലെ ഈശോയുടെ ഈ വെളിച്ചം നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളെ മുന്നോട്ട് നയിക്കുന്നുണ്ട്. നമ്മൾ പൂജ്യരാജാക്കന്മാർ ഹെറോദോസിൻ്റെ കൊട്ടാരത്തിൽ ഇടയ്ക്ക് പ്രവേശിച്ചതുപോലെ നമ്മൾ ഈ നക്ഷത്രം വിട്ട് ഈശോയുടെ ഈ വെളിച്ചം വിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പലപ്പോഴും പോകാറുണ്ട്. പാപത്തിൻ്റെ വഴിയെ, തിന്മയുടെ വഴിയെ, ദൈവത്തിൻ്റെ പദ്ധതി എൻ്റെ ജീവിതത്തിൽ നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങളിലൂടെയെല്ലാം ഞാൻ വഴിമാറി സൈഡ് വഴികളിലൂടെ പോകുമ്പോൾ, ഞാൻ നേരെ പോകാതെ ഈ നക്ഷത്രം എന്നെ നയിക്കുന്നുണ്ട് എങ്കിലും, ഈ വെളിച്ചം എന്നെ നയിക്കുന്നുണ്ട് എങ്കിലും ഞാൻ അതിനെ പിന്തുടരാതെ ഞാൻ മറ്റു പല വഴികളിൽ പല സ്വരങ്ങളും കേൾക്കുമ്പോൾ എൻ്റെ ചില ചിന്തകൾ അങ്ങോട്ട് പോകും. പൂജ്യരാജാക്കന്മാർ വിചാരിച്ചു ഹെറോദോസിൻ്റെ കൊട്ടാരത്തിൽ ചെന്നാൽ കുറേ കൂടെ വിശദമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും എന്ന് വിചാരിച്ച് അവർ കരുതി. പക്ഷേ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല. അവിടെ അസ്വസ്ഥതകൾ ഉണ്ടായി. ഇതുപോലെ നമ്മളും ദൈവത്തിൻ്റെ വഴി വിട്ട് ചിലപ്പോൾ നമ്മൾ വഴിമാറി ചിന്തിക്കുകയും വഴിമാറി പ്രവർത്തിക്കുകയും കർത്താവിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തികളിലേക്ക് നമ്മൾ പോവുകയും ചെയ്യും. ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഹെറോദോസിൻ്റെ കൊട്ടാരത്തിൽ ഉണ്ടായ അസ്വസ്ഥത പോലെ നമ്മുടെ ജീവിതത്തിലും ചുറ്റുമുള്ള സമൂഹത്തിലും നമ്മുടെ കുടുംബത്തിലും ഒക്കെ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധിക്കും. അപ്പം നക്ഷത്രത്തെ മാത്രം നോക്കുക. യേശു നമ്മുടെ ഉള്ളിൽ തരുന്ന ഒരു ഉൾവെളിച്ചമുണ്ട്. ഈ ഉൾവെളിച്ചത്തെ മാത്രം അനുഗമിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ ഈ ഉൾവെളിച്ചത്തെ നമ്മൾ അനുഗമിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വരം നമുക്ക് കിട്ടുമല്ലോ. ഇതാണ് വഴി, ഇതിലേ പോവുക. ഈ സ്വരം നമ്മൾ കേൾക്കും. ഈ സ്വരം കേൾക്കുമ്പം നമ്മൾ കർത്താവ് നയിക്കുന്ന വഴിയെ തന്നെ നമ്മൾ പോവുക. അപ്പോൾ കർത്താവ് വെളിച്ചമായി വന്നു എങ്കിലും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം ആ വെളിച്ചത്തെ നിരാകരിച്ച് അവന് പിശാചുണ്ട്, എന്തിന് അവൻ പറയുന്നത് കേൾക്കണം എന്ന് സംസാരിച്ചു തുടങ്ങി. ഈ വെളിച്ചത്തെ ദൈവത്തിൻ്റെ മക്കൾ തന്നെ അവഗണിക്കുകയാണ്. ഈ വെളിച്ചത്തിന് വേണ്ട ഒരു പ്രാധാന്യം, വേണ്ട ഒരു കരുതൽ നമ്മൾ നൽകുന്നില്ല. ഈ വെളിച്ചം എന്നെ നയിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കാൻ എനിക്ക് വിഷമമുണ്ട്. ഞാൻ എൻ്റെ വഴികളിലൂടെ പോകുമ്പോൾ, എൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പറ്റാതെ വരുമ്പോഴൊക്കെ ഞാൻ ഈ വെളിച്ചവുമായി അല്പം അസ്വസ്ഥതയിലാകും, ഞാൻ ഉടക്കിലാകും. അങ്ങനെ ഞാൻ ഈ വെളിച്ചത്തിൻ്റെ വഴി ഞാൻ ഉപേക്ഷിക്കും. ഇത് ഉപേക്ഷിച്ച് കഴിയുമ്പോൾ എൻ്റെ ജീവിതം കൂരിരുട്ടിലായിത്തീരും. ഈശോ പറയുന്നത്, ഈശോ വന്നത് ഈ വെളിച്ചം നമ്മളിൽ എന്നും ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഞാൻ ഈ വെളിച്ചം ഉപേക്ഷിച്ച് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക? ഈ വെളിച്ചം ഉപേക്ഷിച്ച് കഴിയുമ്പോൾ ഞാൻ കൂരിരുട്ടിലായിത്തീരും. യോഹന്നാൻ്റെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, അവൻ സ്വന്തം ജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ
സ്വന്തം ജനം അവനെ സ്വീകരിച്ചില്ല. യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 18-ാമത്തെ തിരുവചനം. ഇതാണ് ശിക്ഷാവിധി. എന്താണ് ശിക്ഷാവിധി? പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും പ്രകാശത്തേക്കാൾ അധികമായി ദൈവമക്കൾ അന്ധകാരത്തെ സ്നേഹിച്ചു. കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. വെളിച്ചം ലോകത്തിലേക്ക് വന്നിട്ടും വെളിച്ചത്തേക്കാൾ അധികമായി അന്ധകാരത്തെ ദൈവമക്കൾ സ്വീകരിച്ചു. ഈ വെളിച്ചത്തെ അവർ അവഗണിച്ചു. അതാണ് പറയുന്നത്, സ്വന്തം ജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എങ്കിലും സ്വന്തം ജനം അവനെ സ്വീകരിച്ചില്ല. കാരണം ഇതൊരു വെളിച്ചമായിരുന്നു. ഈ വെളിച്ചത്തെ അവർ ഉപേക്ഷിച്ചിട്ട് അവർ കൂരിരുട്ടിനെ സ്വന്തമാക്കി. ഈ കൂരിരുട്ട് അവർക്കിഷ്ടമാണ് എന്നവർ പറഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം മുഴുവനും ജന്മനാ അന്ധനായ ഒരു മനുഷ്യനെ ഈശോ സുഖപ്പെടുത്തുന്നതിനെ ചൊല്ലിയുള്ള കുറേ വിവാദങ്ങളാണ്. ഈശോയാണോ ഇവനെ സുഖപ്പെടുത്തിയത്? ഇവൻ്റെ മാതാപിതാക്കളെ വിളിച്ചു ചോദിക്കുന്നു, അതോ ഇവൻ അവനെ പോലെ ഇരിക്കുന്നുള്ളോ? അങ്ങനെ ഒരുപാട് സംശയങ്ങൾ, ഒരുപാട് കഥകൾ. ജന്മനാ അന്ധനായ ആ മനുഷ്യൻ അവൻ പറഞ്ഞു, ഈശോയാണ് എന്നെ സുഖപ്പെടുത്തിയത്. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം 36-ാമത്തെ തിരുവചനത്തിൽ മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ എന്ന് ഈശോ ചോദിച്ചു. കർത്താവെ, ഞാൻ അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ്? യേശു പറഞ്ഞു, നീ അവനെ കണ്ടു കഴിഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ എന്ന് പറഞ്ഞ് അവൻ ഈശോയുടെ മുമ്പിൽ പ്രണമിച്ചു. ഇവിടെ വെളിച്ചമായ ഈശോയെ അവൻ ഒറ്റയ്ക്ക് കണ്ടു. അവൻ്റെ മാതാപിതാക്കൾ അവൻ്റെ കൂടെ നിന്നില്ല, യഹൂദരാരും അവൻ്റെ കൂടെ നിന്നില്ല. പക്ഷേ ഈശോ അവനോട് മാത്രമായിട്ടാണ് ചോദിച്ചത്, മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ? അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ്? അവന് സംശയമായി. നീ അവനെ കണ്ടു കഴിഞ്ഞു. ഈശോയെ അവനിഷ്ടമായി, ഈശോയുടെ പ്രവൃത്തികൾ അവനിഷ്ടമായി. കാരണം അവൻ്റെ കണ്ണുകൾ തുറന്നത്, ജന്മനാ അന്ധനായിരുന്ന അവൻ്റെ കണ്ണുകൾ തുറന്നത് ആ ഈശോയാണ്. ആ ഈശോ മൂലമാണ് അവൻ കാഴ്ച കണ്ടത്, അവൻ ലോകം കണ്ടത്. അതുകൊണ്ട് അവൻ ഈശോയെ ഇഷ്ടമായി. ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ ഈശോയെ പ്രണമിച്ചു. അവൻ തനിച്ച്, ചുറ്റുമുള്ള എല്ലാ മനുഷ്യരുമുണ്ടായിരുന്നു. ആ ചർച്ചയിൽ പങ്കെടുത്തവർ ഒത്തിരിയേറെ പേരുണ്ടായിരുന്നു. അവർക്കാർക്കും ഈശോയുടെ ഈ ഉൾവെളിച്ചം കാണാൻ സാധിച്ചില്ല. ഈ സുഖപ്പെട്ട അന്ധന് മാത്രം ഈശോയുടെ ഉൾവെളിച്ചം, ഈശോ നൽകുന്ന ഉൾവെളിച്ചം അവന് കാണാൻ പറ്റി. ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ ഈശോയുടെ സ്വന്തമായി. അവൻ ഈശോയെ അനുഗമിച്ചു. ഇവിടെ വെളിച്ചമായ ഈശോയെ അവൻ ഒറ്റയ്ക്കാണ് കണ്ടത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ഈശോയെ നമുക്ക് വ്യക്തിപരമായിട്ട് കാണാനും ഈശോയെ വ്യക്തിപരമായിട്ട് സ്നേഹിക്കാനും നമുക്ക് സാധിക്കണം. ഈ ലോകത്തിൻ്റെ പ്രകാശമായി ഈശോയെ അനുഗമിക്കാത്ത ഒരു മനുഷ്യനും യേശുവിൻ്റെ വെളിച്ചം ലഭിക്കുകയില്ല. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാമത്തെ അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ മനോഹരമായ ഒരു സംഭവം കൊടുക്കുന്നുണ്ട്. ഇവിടെ കർത്താവ് ഏലിയായെ സ്വർഗത്തിലേക്ക് ചുഴലിക്കൊടുങ്കാറ്റിലൂടെ എടുക്കാൻ സമയമായപ്പോൾ ഏലിയായും ഏലീഷായും ഗിൽഗാലിൽ നിന്ന് വരികയായിരുന്നു. ഏലിയ ഏലീഷായോട് പറഞ്ഞു, ദയവായി ഇവിടെ നിൽക്കുക, കർത്താവ് എന്നെ ബഥേൽ വരെ അയച്ചിരിക്കുന്നു. എന്നാൽ ഏലീഷ പറഞ്ഞു, കർത്താവിനെയും അങ്ങയെയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഞാൻ അങ്ങയെ വിട്ടുമാറില്ല. അങ്ങയെയും ദൈവത്തെയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഞാൻ അങ്ങയെ വിട്ടുപിരിയില്ല. കാരണം ഏലിയ സ്വർഗത്തിലേക്ക് ചുഴലിക്കൊടുങ്കാറ്റിൽ എടുക്കപ്പെടാൻ പോവുകയാണ്. ആ എടുക്കപ്പെടുന്നത് കാണണം ഏലീഷയ്ക്ക്. അതിനുവേണ്ടി ഏലിയായുടെ പിന്നാലെ പിൻഗാമിയായ ഏലീഷ നടക്കുകയാണ്. അപ്പോൾ പ്രവാചകൻ ഏലിയ പറഞ്ഞു, കർത്താവ് എന്നെ ബഥേൽ വരെ അയച്ചിരിക്കുന്നു, അതുകൊണ്ട് ദയവായി നീ ഇവിടെ നിൽക്കുക, ഞാൻ ബഥേൽ വരെ പോകട്ടെ. ആ പോകുന്ന പോക്കിൽ ഏലിയ എടുക്കപ്പെടുമെന്ന് ഏലീഷയ്ക്കറിയാം. അതുകൊണ്ടാണ് കർത്താവിനെയും അങ്ങയെയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഞാൻ അങ്ങയെ വിട്ടുമാറുകയില്ല. ഏലീഷ വിട്ടുമാറിയില്ല. അവർ വീണ്ടും യാത്ര ചെയ്തു. കുറേ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏലിയ ഏലീഷയോട് വീണ്ടും പറഞ്ഞു, ദയവായി ഇവിടെ നിൽക്കുക, കർത്താവ് എന്നെ ജെറിക്കോയിലേക്ക് അയച്ചിരിക്കുന്നു. അവൻ വീണ്ടും പ്രതിവചിച്ചു, കർത്താവിനെയും അങ്ങയെയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഞാൻ അങ്ങയെ വിട്ടുമാറില്ല.
ഞാൻ അങ്ങയെ വിട്ടുമാറില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അവർ വീണ്ടും യാത്ര ചെയ്യുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഏലിയ എലീഷയോട് പറഞ്ഞു, ദയവായി ഇവിടെ നിൽക്കുക, കർത്താവ് എന്നെ ജോർദാനിലേക്ക് അയച്ചിരിക്കുന്നു. ദയവായി ഇവിടെ നിൽക്കുക, കർത്താവ് എന്നെ ജോർദാനിലേക്ക് അയച്ചിരിക്കുന്നു. ഇവിടെയും എലീഷ വിട്ടുകൊടുത്തില്ല. എലീഷ പിന്മാറിയില്ല. എലീഷ പറഞ്ഞു, കർത്താവിനെയും അങ്ങയെയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഞാൻ അങ്ങയെ വിട്ടുപിരിയുകയില്ല. അങ്ങനെ കർത്താവിനെയും അങ്ങയെ സാക്ഷിയാക്കി ഞാൻ അങ്ങയെ വിട്ടുമാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏലിയായുടെ പിന്നാലെ എലീഷ വെച്ചടിച്ചു. ഒരിക്കൽ പോലും പിന്തിരിയാൻ എലീഷ തയ്യാറായില്ല. അപ്പം അവസാനം ഏലിയ എലീഷയോട് ചോദിച്ചു, ഞാൻ നിന്നിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? ഞാൻ നിന്നിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? എലീഷ പറഞ്ഞു, അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് ലഭിക്കട്ടെ. അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് ലഭിക്കട്ടെ. എനിക്ക് മറ്റൊന്നും ആവശ്യമില്ല. അപ്പോൾ ഏലിയായുടെ ചൈതന്യം ഇരട്ടിയായിട്ട് തനിക്ക് ലഭിക്കണമെന്ന് എലീഷ പ്രവാചകൻ ആഗ്രഹിച്ചു. ദൈവത്തെയും അങ്ങയെയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഞാൻ അങ്ങയെ വിട്ടുപിരിയുകയില്ല. ആ വിട്ടുപിരിയാത്ത സ്നേഹം, ആ വിട്ടുപിരിയാതെ നിന്ന് ഏലിയായുടെ പിന്നാലെ പോയി ഏലിയ. എന്നിട്ട് അവസാനം ഏലിയ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ നിനക്കത് ലഭിക്കും, ഇല്ലെങ്കിൽ നിനക്കത് ലഭിക്കുകയില്ല. എന്നാൽ ഏലിയ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് എലീഷ കണ്ടു. സ്വർഗത്തിലേക്ക് പോകുന്ന വഴി ഏലിയയുടെ തോളിൽ നിന്ന് താഴേക്ക് വീണ ഏലിയയുടെ മേലങ്കി എലീഷ എടുത്തു. എലീഷ ആ മേലങ്കിയും എടുത്ത് എലീഷ തൻ്റെ പ്രവാചക ദൗത്യം ആരംഭിക്കുകയാണ്. വളരെ ശക്തിയായിട്ട് എലീഷ പ്രവാചക ദൗത്യം ആരംഭിക്കുന്നു. ഇതുപോലെ ദൈവത്തെ വിട്ടുപിരിയാതെ എലീഷ ഏലിയായെ വിട്ടുപിരിയാതെ കർത്താവിനെയും അങ്ങയെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഞാൻ അങ്ങയെ വിട്ടുപിരിയില്ല. നമുക്കും ദൈവത്തോട് പറയാം, ഞാൻ തമ്പുരാനെ അങ്ങയെ ഒരിക്കലും വിട്ടുപിരിയുകയില്ല. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നീ വെളിച്ചം നൽകി എന്നെ അനുഗ്രഹിക്കണം. എന്നെ അനുഗ്രഹിച്ചാൽ തമ്പുരാനെ ഞാൻ അങ്ങയെ ഒരിക്കലും വിട്ടുപിരിയുകയില്ല. എലീഷയുടെ ഈ വാക്കുകൾ നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് അങ്ങനെ ഏലിയായ്ക്കുണ്ടായിരുന്നതിൻ്റെ ഇരട്ടി പങ്ക് പറ്റിക്കൊണ്ട് എലീഷ പ്രവാചക ദൗത്യം ജ്വലിക്കുന്ന ഒരു തീഷ്ണത എലീഷ പ്രവാചകനുണ്ടായിരുന്നു. ഈ ജ്വലിക്കുന്ന തീഷ്ണത നമുക്കും തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്ന ഒരു തീഷ്ണതയുണ്ട്, അതിൻ്റെ ഇരട്ടി പങ്ക്. നമ്മുടെ പൂർവികർക്കുണ്ടായിരുന്ന ഒരു തീഷ്ണതയുണ്ട്, അതിൻ്റെ ഇരട്ടി പങ്ക്. നമുക്ക് മുമ്പേ ജീവിച്ചു പോയ അനേക വിശുദ്ധരുണ്ട്, അവരുടെ തീഷ്ണതയുടെ ഇരട്ടി പങ്ക് അതെനിക്ക് തരണമേ എന്ന് നമുക്ക് ഈ അവസരത്തിൽ പ്രത്യേകം തമ്പുരാനോട് പ്രാർത്ഥിക്കാം. വലിയ കൃപ സ്വർഗം തുറന്ന് ദൈവം നമുക്ക് നൽകി നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. കാരുണ്യവാനായ തമ്പുരാനെ, അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തമായ അഭിഷേകം ഉൾക്കരുത്തും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, അങ്ങ് ഈ ലോകത്തിലേക്ക് വന്നത് ഞങ്ങൾക്ക് വെളിച്ചമാകാനായിരുന്നു. ഈ വെളിച്ചം ഞങ്ങൾക്കൊരിക്കലും നഷ്ടപ്പെടാതെ ഞങ്ങളുടെ പൂർവികരുടെയും ഞങ്ങൾക്ക് മുമ്പേ ജീവിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും തീഷ്ണതയുടെ ഇരട്ടി പങ്ക് നൽകി ഞങ്ങളെല്ലാം അനുഗ്രഹിച്ച് അങ്ങയുടെ വെളിച്ചത്തിലൂടെ നടന്നു പോകുവാനും അങ്ങനെ അനേകർക്ക് മാതൃയാകുന്ന വിധത്തിൽ ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ കരം പിടിച്ച് അമ്മ ഓരോ നിമിഷവും നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും